ഇറാനിൽ ബാൽ വിഗ്രഹങ്ങളെ കത്തിച്ച് ചാമ്പലാക്കുന്ന കാഴ്ച നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം, പ്രത്യേകിച്ച് ഫെബ്രുവരി മാസം പകുതിയോടുകൂടെ നമ്മൾ കണ്ടതാണ്. യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇസ്രയേലും ഇറാനും അമേരിക്കയും ഒക്കെ യുദ്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് നടന്ന ഒരു കാഴ്ചയാണ്. ഇറാനിലെ മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങൾ അവർ ഒരുമിച്ച് ചേർന്ന് പല സ്ഥലങ്ങളിലായി ബാലിൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി ആ ബാലിൻ്റെ പ്രതിമയെ കത്തിച്ച് കളയുക എന്ന് പറയുന്നത് അവരുടെ നാഷണൽ ഡേയുടെ ഭാഗമായി അവർ നടത്തിയ ഒരു ആചാരമാണ്. സയണിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജി, അതായത് യെരുശലേം കേന്ദ്രമായി യഹൂദന്മാരുടെ സ്വന്തം സ്ഥലം അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ആ ഒരു നിലനിൽപ്പ്, അതിൻ്റെ പ്രൊമോഷൻ എന്നുള്ള ആ ഒരു ഐഡിയോളജിക്ക് എതിരായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു അവർ ചെയ്തത്. അവർ ബാൽ വിഗ്രഹങ്ങളെ കത്തിച്ച സമയത്ത് ആ ബാൽ വിഗ്രഹങ്ങളുടെ ചുറ്റുപാടുമായി അവർ പല കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ക്രമീകരിച്ചിരുന്നു. സ്റ്റാർ ഓഫ് ഡേവിഡ് അഥവാ ദാവീദിൻ്റെ നക്ഷത്രം എന്നുള്ള രീതിയിൽ ഒരു നക്ഷത്രത്തെ അതിനോടുള്ള ബന്ധത്തിൽ വെച്ചിരുന്നു. ഇസ്രയേലിൻ്റെ പതാക എവിടെ ഉണ്ടായിരുന്നു. ട്രംപിൻ്റെ പടങ്ങൾ ചില സ്ഥലങ്ങളിലായി പ്രത്യക്ഷപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. 666, അതായത് അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള എതിർ ക്രിസ്തുവിൻ്റെ ആ ഒരു സംഖ്യ, ഇങ്ങനെ പല കാര്യങ്ങളും ബാൽ വിഗ്രഹം എന്ന് അവർ വിളിച്ച അല്ലെങ്കിൽ ഒരു കാളയുടെ പ്രതിമയുടെ ചുറ്റിനും അവർ സ്ഥാപിച്ചതിന് ശേഷം ചില സ്ഥലങ്ങളിൽ ശവപ്പെട്ടി ഉണ്ടായിരുന്നു, ഇസ്രയേലിൻ്റെ പതാക പൊതിഞ്ഞ ശവപ്പെട്ടി ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കൂടി കത്തിക്കുക എന്ന് പറയുന്നത് ഇറാനിയൻ ജനത ഫെബ്രുവരി മാസം 14 തീയതി മുതൽ ചെയ്ത ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു ആചാരമാണ്. ഇതൊരു സിംബോളിക് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. ഇറാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മോഡേൺ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാൻ എന്ന് പറയുന്ന ആ ഒരു രാജ്യം സ്ഥാപിതമായിട്ട് 47 വർഷമായ ഒരു വർഷമാണ് 2026 ഫെബ്രുവരി മാസം 14 എന്ന് പറയുന്നത്. ആ ദിവസങ്ങളുള്ള ബന്ധത്തിലായിരുന്നു ഇങ്ങനെയുള്ളൊരു ആചാരം അവർ അനുഷ്ഠിച്ചത്. ഇതിൻ്റെ പുറകിലുള്ള അവരുടെ ചിന്ത എന്ന് പറയുന്നത് ബേൺ അമേരിക്ക, ബേൺ ഇസ്രായേൽ എന്നുള്ളതായിരുന്നു. ഇസ്രായേലിനെ കത്തിച്ച് കളയുക, അമേരിക്കയെ കത്തിച്ച് കളയുക എന്നുള്ളതായിരുന്നു ഈ ഒരു പ്രവൃത്തിയുടെ പുറകിൽ അവർ സിംബോളിക്കായിട്ട് അവർ ചെയ്ത ആ ഒരു കാര്യത്തിൻ്റെ പുറകിലുണ്ടായിരുന്ന അർത്ഥം എന്ന് പറയുന്നത്. ബാൽ എന്ന് പറയുന്ന ഈ ദൈവത്തെ യഹൂദന്മാരും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒരുപോലെ വെറുക്കുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന ഒരു ദൈവമാണ്. ബാൽ വിഗ്രഹത്തോടുള്ള ബന്ധത്തിൽ, വിഗ്രഹാരാധനയോടുള്ള ബന്ധത്തിൽ ഈ മതങ്ങളൊക്കെ വെറുക്കുന്ന അനേക കാര്യങ്ങൾ അതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. ചൈൽഡ് സാക്രിഫൈസ്, കുഞ്ഞുങ്ങളെ ബലി നൽകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് ബാൽ ആരാധനയുടെ ഭാഗമായിരുന്നുവെന്ന് കണ്ടുപിടുത്തങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ബാൽ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ലോർഡ് എന്നുള്ളതാണ്, കർത്താവ് എന്നുള്ളതാണ്. ബാലിനെക്കുറിച്ച് ബൈബിളിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്. എടുത്തു വായിക്കുവാനായി അനേക വാക്യങ്ങൾ ബാലിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ബാൽ എന്ന് പറയുന്ന ഈ ദൈവത്തെ ആരാധിച്ചത് കനാന്യരും ഫൊയ്നീക്കക്കാരുമായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, നമ്മൾ ബൈബിൾ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ 3500 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ നമുക്ക് ബാൽ ആരാധനയെക്കുറിച്ച് നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് BC 1300 1400 കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ മക്കൾ അഥവാ യഹൂദന്മാർ എന്നുള്ളവർ അവരുടെ വാഗ്ദത്ത ദേശമായ കനാൻ നാട്ടിലേക്ക് വന്ന ആ ഒരു സമയത്ത് ദൈവം അവരോട് പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങൾക്ക് പണ്ട് പറഞ്ഞിരുന്ന ആ സ്ഥലമാണിത്. നിങ്ങളിവിടെ പ്രവേശിക്കുന്ന സമയത്ത് ഇവിടെ ഒരു വലിയൊരു പ്രോബ്ലമുണ്ട്, ഒരു വലിയൊരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ ഒരു വലിയ ദേവനാണത്. ആ ദേവനെ നിങ്ങൾ ആരാധിക്കരുത്. നിങ്ങളെ അടിമത്തത്തിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് മരുഭൂമിയിലൂടെ നടത്തി ഇത്രയും അത്ഭുതങ്ങളും എല്ലാം ചെയ്ത് ജീവിക്കുന്ന ദൈവം ഒരാളെ ഉള്ളൂ, ജീവിക്കുന്ന ദൈവം ഏക സത്യദൈവമായ യഹോവയാണെന്ന് പല അത്ഭുതങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും തെളിയിച്ചതിന് ശേഷം പ്രത്യക്ഷപ്പെട്ട് അവരെ അനുഗ്രഹിച്ച, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി അവരുടെ കൂടെ നടന്ന് അവരെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവന്ന ആ ദൈവം മരുഭൂമിയിൽ മന്ന നൽകി ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് വിടുവിച്ച് അത്ഭുതങ്ങളിലൂടെ നടത്തിയ ദൈവം മാത്രമാണ് ഏക ദൈവമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പ്രവേശിക്കുന്ന ഈ സ്ഥലം ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. എന്നാൽ ഒരു പ്രധാനപ്പെട്ട വാണിംഗ് എന്ന് പറയുന്നത് ആ ദേശത്ത് പാർക്കുന്ന കനാന്യർ, ഫൊയ്നീക്കക്കാർ എന്ന് പറയുന്നവർ, അവരുടെ ആരാധന നിങ്ങൾ സ്വീകരിക്കരുത്. അവർ ആരാധിക്കുന്ന ദൈവം എന്ന് പറയുന്നത് ബാലാണ്. ബാലിനെ നിങ്ങൾ ആരാധിക്കരുത്. ബാലിൻ്റെ യാഗപീഠങ്ങളിൽ നിങ്ങൾ വണങ്ങരുത്. ബാലിന് നിങ്ങൾ യാഗം കഴിക്കരുതെന്ന് ദൈവം ആവർത്തിച്ച് അവരോട് പറഞ്ഞിരുന്നു. എന്നാൽ യഹൂദന്മാർ ആ കനാൻ ദേശത്തേക്ക്, അവരുടെ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിച്ച സമയം മുതൽ ബാലിനെ ആരാധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം അവരുടെ ഉള്ളിൽ എങ്ങനെയോ ഉരുവായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ, അതായത് രാജ്യത്വം സ്ഥാപിക്കുന്നതിന് മുമ്പ്, രാജാക്കന്മാരൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ബാലിനെ ആരാധിക്കുന്ന ഒരു ടെൻഡൻസി അവരുടെ ഉള്ളിൽ കടന്നുകൂടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം മുതൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബ്യൂസ്യർ എന്നിവരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ പാർത്തു. അവരുടെ പുത്രിമാരെ തങ്ങൾക്ക് ഭാര്യമാരായിട്ടെടുക്കുകയും തങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയും അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു.
ഇങ്ങനെ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്ന് ബാൽ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും സേവിച്ചു. അതായത് യഹൂദന്മാർ അവരുടെ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിച്ചതേ ഉള്ളൂ, ചില നാളുകൾക്കുള്ളിൽ തന്നെ അവർ ബാലിനെ ആരാധിക്കുവാൻ തുടങ്ങി എന്നുള്ളതാണ് ന്യായാധിപന്മാരുടെ കാലം മുതൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അതിനുശേഷം ഈ വെല്ലുവിളികളിലൂടെ അവർ കടന്നുപോയി. ന്യായാധിപന്മാരുടെ കാലം കഴിഞ്ഞു, ശൗലിൻ്റെയും ദാവീദിൻ്റെയും ശലോമോൻ്റെയും ഒക്കെ കാലം കഴിഞ്ഞതിന് ശേഷം ഇസ്രയേൽ എന്നും യഹൂദ എന്നും രണ്ട് രാജ്യങ്ങളായി ഇസ്രയേൽ എന്ന് പറയുന്ന ആ ഒരു വലിയ രാജ്യം പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതിനകത്ത് നോർത്തേൺ കിങ്ഡം അഥവാ ഇസ്രയേൽ എന്ന് പറയുന്ന ആ രാജ്യത്തായിരുന്നു ബാൽ വിഗ്രഹങ്ങളെ കൂടുതൽ ആരാധിക്കുന്നതായിട്ടുള്ള പ്രവണതകൾ നമ്മൾ പിന്നീട് കാണുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവെന്ന് പറയുന്നത് ആഹാബ് എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു. ആഹാബിനെ സംബന്ധിച്ചിടത്തോളം ആഹാബ് വിവാഹം കഴിച്ചത് തന്നെ യെസബേൽ എന്ന് പറയുന്ന ഒരു ഫൊയ്നിക്കക്കാരിയായ ഒരു പ്രിൻസസിനെ ആയിരുന്നു. ഇസബേലിൻ്റെ പിതാവിൻ്റെ പേര് യത് ബാൽ എന്നുള്ളതായിരുന്നു. അദ്ദേഹം ബാൽ ആരാധനയുടെ ഒരു പുരോഹിതനുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇസബേലിലൂടെ ആഹാബിലൂടെ ഇസ്രയേൽ മക്കളുടെ ഇടയിൽ, പ്രത്യേകിച്ച് നോർത്തേൺ കിങ്ഡത്തിലേക്ക് ബാലിൻ്റെ ആരാധന അത് സ്പ്രെഡ് ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഇസ്രയേൽ എന്ന് പറയുന്ന നോർത്തേൺ കിങ്ഡത്തിന് മാത്രമല്ലായിരുന്നു, സദേൺ കിങ്ഡമായ യഹൂദയ്ക്കും ബാൽ ആരാധനയുടെ അതിനോടുള്ള ബന്ധത്തിൽ അവരും പ്രലോഭനങ്ങളിലൂടെ കടന്നുപോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു വേദഭാഗം 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം അത് സദേൺ കിങ്ഡത്തിലാണ്, അത് തെക്കൻ രാജ്യത്തിലാണ്, യഹൂദ രാജ്യത്തിലാണ്. അവിടെ നടക്കുന്ന ഒരു സംഭവമാണ്. ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 26 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. എന്നാൽ തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തില്ല. അവൻ ഇസ്രയേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്ന് ബാൽ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി. അങ്ങനെ നോർത്തേൺ കിങ്ഡമായ ഇസ്രയേലിലും സദേൺ കിങ്ഡമായ യഹൂദയിലും ഒരുപോലെ ആരാധിച്ചു പോന്നിരുന്ന ഒരു ദൈവമായിരുന്നു ബാൽ എന്ന് പറയുന്ന ഒരു ദൈവം. വളരെ അപകടം പിടിച്ച ഒരു സ്ഥിതിവിശേഷം. ദൈവം എന്തിനെ അവരോട് ചെയ്യരുതെന്ന് പറഞ്ഞോ, എന്തിനെ ആരാധിക്കരുതെന്ന് പറഞ്ഞോ, അതിനെ രാജാക്കന്മാർ ആരാധിക്കുന്നു, അതിന് വണങ്ങുന്നു. ഔദ്യോഗികമായി ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളുടെ മുമ്പിൽ വണങ്ങുന്നു. ബാലിനു വേണ്ടി ആലയങ്ങൾ പണിയുന്നു, ബലിപീഠങ്ങൾ പണിയുന്നു, പ്രതിഷ്ഠകൾ ഉണ്ടാക്കുന്നു, യാഗം നടത്തുന്നു. അങ്ങനെ ബാൽ ആരാധന എന്ന് പറയുന്നതിനെ നമ്മളൊരു ബാലിസം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ബാലിസം എന്ന് പറയുന്നത് അത് വളരെ പ്രചാരം നേടിയ ഒരു മതമായി യഹൂദന്മാരുടെ ഇടയിൽ തന്നെ നിലവിലിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ബാൽ എന്ന് പറയുന്നത് ഒരു ഫെർട്ടിലിറ്റി ഗോഡായിരുന്നു. അതായത് ഭൂമിയുടെ വിളവുകൾ നൽകുകയും അതുമാത്രമല്ല കുഞ്ഞുങ്ങളെ നൽകുകയും ചെയ്യുന്ന ദൈവമായിരുന്നു ബാലെന്ന് ദൈവമക്കൾ പോലും അറിയാതെ വിശ്വസിച്ചു പോയി എന്നുള്ളത് അതിദാരുണമായ ഒരു കാര്യം തന്നെയായിരുന്നു. ബാലെന്ന് പറയുന്ന ഈ ദൈവത്തെ വിവിധ റീജിയൻസിലുള്ളവർ വിവിധ രീതിയിലായിരുന്നു ആരാധിച്ചുകൊണ്ടിരുന്നത്. ഉദാഹരണത്തിന് പെയോർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ആൾക്കാർ ആരാധിച്ചതുപോലെയല്ല ബെറീത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ആൾക്കാർ ബാലിനെ ആരാധിച്ചത്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആയത് ബാൽ പെയോർ എന്ന് പറയുന്ന സ്ഥലത്തെ ആ പെയോറിലെ ആരാധന രീതിയിലായിരുന്നു ഇസ്രായേൽ മക്കൾ കൂടുതൽ പ്രലോഭിതരായത്. ബാലിനെക്കുറിച്ച് പറയുമ്പോൾ ബാലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ചിലർ വിശ്വസിച്ചത് ഏൾ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മകനായിരുന്നു ബാലെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ചിലർ ദാഗോൻ എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ മകനായിരുന്നു ബാലെന്ന് വിശ്വസിക്കുന്നുണ്ട്. ചിലർ വിശ്വസിക്കുന്ന ഇങ്ങനെയാണ്, ബാൽ ഏലിൻ്റെ മകനായിരുന്നു, പിന്നീട് ഏലിനെ കൊന്ന് ബാൽ ശക്തിപ്പെട്ടു എന്നുള്ളത് പോലും വിശ്വസിക്കുന്ന വികലമായിട്ടുള്ള ചിന്തകളും ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതും ചരിത്രത്തിൽ നിന്ന് നമ്മൾ വിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾ ഗ്രഹിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. ബാലിനെക്കുറിച്ച് അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും ബൈബിളിലെ വാക്യങ്ങളെടുത്ത് അത് ഒത്തിരി വായിക്കുന്നതിന് വേണ്ടിയുണ്ട് അവസാനിക്കാത്ത ഒരു സ്റ്റഡി സീരീസ് തന്നെ അതിനെക്കുറിച്ച് നടത്തേണ്ടി വരും. എന്നാൽ ചുരുക്കം പറയുകയാണെങ്കിൽ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലും രാജാക്കന്മാരുടെ കാലഘട്ടത്തിലും ദൈവം പറഞ്ഞതിന് വിപരീതമായി ഇസ്രായേൽ മക്കൾ പോയി ബാലിനെ ആരാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ദൈവം അവരെ അതുകൊണ്ട് വെറുതെ വിട്ടില്ല. ദൈവം തൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാലിനെ ആരാധിച്ചു എന്നുള്ള കാരണത്താൽ അവരോട് ക്ഷമിച്ച് അവരെ മാറ്റി നിർത്തിയില്ല. എന്നാൽ ദൈവം അവർക്ക് 2 കൂട്ടർക്കും പണിഷ്മെൻറ്റ് കൊടുത്തു. അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത 2 ശത്രു സൈന്യം ബാബിലോണിയരും അശൂര്യരും വന്ന് അവരെ ഉന്മൂലനാശം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. വളരെ ആവർത്തിച്ച് ദൈവം പറഞ്ഞിരുന്നു, നിങ്ങളുടെ ഇടയിലുള്ള ബാലിൻ്റെ ആരാധന നിർത്തണം, ബാലിൻ്റെ പ്രതിഷ്ഠകളെ നിങ്ങൾ നീക്കിക്കളയണം, നിങ്ങൾ സത്യദൈവമായ എന്നെ ആരാധിക്കണം. ഞാൻ നിങ്ങളുടെ നടുവിലൂടെ നടന്നതാണ്, ഞങ്ങളുടെ ഇടയിലൂടെ നടന്ന് ഘോരമായ വൈരികളുടെ നടുവിൽ ഞാൻ നിങ്ങളെ മോചിപ്പിച്ചു കൊണ്ട് പോന്നതാണ്. നിങ്ങൾ എന്നെ വിട്ട് വേറൊരു ദൈവത്തിലേക്ക് പോകരുത്, അത് വിഗ്രഹാരാധനയാണ്. വിഗ്രഹങ്ങളെ നിങ്ങൾ ഉണ്ടാക്കരുത്, വിഗ്രഹങ്ങളുടെ മുൻപിൽ വണങ്ങരുത് എന്നുള്ളത് വളരെ വ്യക്തമായി ദൈവം പറഞ്ഞിരുന്ന വാണിങ്സ് ആയിരുന്നു. എന്നാൽ ദൈവത്തെ വിട്ട് അവർ ബാലിൻ്റെ പുറകെ പോയി എന്നുള്ളത് അതിദാരുണമായ കാര്യമാണ്. അങ്ങനെ ബാലിനെ ആരാധിക്കുക, ദൈവമായ ജീവനുള്ള ദൈവമായ യഹോവയെ ആരാധിക്കുക
ഈ ഒരു പ്രശ്നത്താൽ, ഈ ഒരു ചലഞ്ചിനാൽ അവർ ഭാരപ്പെടുന്ന അവസ്ഥകളെ നമ്മൾ കാണുന്നുണ്ട്. പെട്ടെന്ന് അത്ഭുതങ്ങൾ കാണിക്കുന്ന ബാലിനെ വേണമോ, അതോ ഒരു റിലേഷൻഷിപ്പിലൂടെ അവരെ അവരുടെ പ്രോമിസിലേക്ക് കൊണ്ടുപോകുന്ന ജീവനുള്ള ദൈവത്തെ വേണമോ എന്നുള്ള കൺഫ്യൂഷൻ അവരുടെ ഇടയിൽ ഉണ്ടായതായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 21-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഒരു രാജാവ് ഇങ്ങനെയാണ് ചെയ്തത്. തൻ്റെ അപ്പനായി ഹിസ്കിയാവ് നശിപ്പിച്ച് കളഞ്ഞിരുന്ന പൂജാഗിരികളെ അവൻ വീണ്ടും പണിതു, ബാലിന് ബലിപീഠങ്ങൾ ഉണ്ടാക്കി. ഇസ്രയേൽ രാജാവായ ആഹാബ് ചെയ്തതുപോലെ ഒരു അശേര പ്രതിഷ്ഠിച്ച് ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ച് സേവിച്ചു. യെരുശലേമിൽ ഞാൻ എൻ്റെ നാമം സ്ഥാപിക്കുമെന്ന് യഹോവ കൽപ്പിച്ചിരുന്ന യഹോവയുടെ ആലയത്തിലും അവൻ ബലിപീഠങ്ങൾ പണിതു. യഹോവയുടെ ആലയത്തിൻ്റെ 2 പ്രാകാരങ്ങളിലും അവൻ ആകാശത്തിലെ സർവ്വ സൈന്യത്തിനും ബലിപീഠങ്ങൾ പണിതു. വളരെ മോശകരമായിട്ടുള്ളൊരവസ്ഥ. അതായത് ദൈവത്തിൻ്റെ ആലയത്തിലെ ആരാധനാ കാര്യങ്ങൾ പോലും മാറ്റിയതിനു ശേഷം ബാലിനെ ആരാധിക്കുന്ന രീതിയിലേക്ക് രാജാക്കന്മാർ വന്നു എന്നുള്ളത് ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ യഹൂദന്മാർ അധപ്പതിച്ചതിൻ്റെ ഒരു വലിയ ചിത്രമായി, ദയനീയ ചിത്രമായി അവരുടെ പാരമ്പര്യത്തിലുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ ഒരു വലിയ സംഭവമുണ്ട്. ജീവനുള്ള ദൈവമായ യഹോവയാകുന്ന സത്യദൈവം ഒരു വശത്ത് നിൽക്കുന്നു, മറുവശത്ത് ബാലിൻ്റെ 450 പ്രവാചകന്മാർ നിൽക്കുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ പ്രതിനിധിയായി നിൽക്കുന്ന ഏക പ്രവാചകൻ എന്ന് പറയുന്നത് ഏലിയാവ് എന്ന് പറയുന്നൊരു പ്രവാചകനാണ്. ശക്തി തെളിയിക്കുന്ന ഒരു സംഭവമായിരുന്നു. കർമ്മേൽ എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിലായിരുന്നു അത് സംഭവിച്ചത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് അതിനെ കൺട്രോൾ ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ആഹാബ് എന്ന് പറയുന്ന രാജാവും ഇസബേലും ആയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ കർമ്മേലിൽ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. അവിടെ ജീവിക്കുന്ന ദൈവം സ്വർഗത്തിലെ ദൈവമായ യഹോവ മാത്രമാണെന്ന് തെളിയിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ സത്യമായ ആരാധന അവിടെ വെളിപ്പെട്ടു. ബാലിൻ്റെ ആരാധന വെറും മിഥ്യയാണെന്നും ബാലിനൊരിക്കലും ഇറങ്ങി വന്ന് യാഗപീഠത്തെ ദഹിപ്പിക്കുവാൻ പറ്റുകയില്ല എന്നും ഏലിയാവ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സത്യപ്രവാചകൻ തെളിയിക്കുകയും ചെയ്ത കാര്യമാണ്. ബാലിന് ശക്തിയില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ഒരു ദിവസമായിരുന്നു. അതിൻ്റെ പരിണിതഫലമായി ബാലിൻ്റെ 450 പ്രവാചകന്മാരാണ് ആ ഒരു ദിവസം വാളിന് ഇരയായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അന്ന് ഒരു വലിയ ശുദ്ധീകരണം നടന്നു. എന്നാൽ പിന്നീട് വീണ്ടും ഇതേ ആരാധന ഇസ്രായേൽ മക്കളുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി എന്നുള്ളത് നമ്മൾ കാണുന്ന ദയനീയമായ ഒരു കാര്യമാണ്. ബാലിൻ്റെ ആരാധനയോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പന്നികളെ യാഗം കഴിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷേ പന്നിയെ കഴിക്കരുതെന്ന് ദൈവമായ യഹോവ അവരോട് പറഞ്ഞ് അതിനെ വിലക്കിയത് തന്നെ അവർ ആ ഒരു പ്രലോഭനത്തിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയായിരിക്കാം. അങ്ങനെ എത്രയോ രാജാക്കന്മാർ അവർക്ക് പലപ്പോഴും അവസരങ്ങൾ കിട്ടിയിട്ടും അവർ ബാലിനെ വീണ്ടും ആരാധിക്കുന്നതിന് വേണ്ടി മടങ്ങിപ്പോയി. ചില രാജാക്കന്മാർ എഴുന്നേറ്റ് ബാലിൻ്റെ സകല ബലിപീഠങ്ങളെയും തകർത്ത് കളഞ്ഞ റിഫോർമേഷൻ നടത്തിയ കാലഘട്ടങ്ങളും നവീകരണ കാലഘട്ടങ്ങളും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഉണ്ടായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ അതൊന്നും നിലനിൽക്കുന്ന നവീകരണങ്ങളായില്ല. അവർ ആത്യന്തികമായി ദൈവത്തിൻ്റെ പണിഷ്മെൻറ്റ് അവർ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നു. അതേ ദൈവം അവരോട് പറഞ്ഞതുപോലെ തന്നെ അവരെ പ്രവാസത്തിലേക്ക് പോകേണ്ട അതിദാരുണമായ അനുഭവങ്ങൾ അതിൻ്റെ പരിണിതഫലമായി അവർക്കുണ്ടായി. അങ്ങനെ ബാൽ എന്ന് പറയുന്ന ഒരു ദേവൻ, പൈശാചികമായ സ്വാധീനമുള്ള ഒരു ദേവൻ, പിശാച് നേരിട്ട് ഇറങ്ങി വന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ മുൻപിൽ ഉയർന്ന ഒരു പേരായിരുന്നു ബാലെന്ന് പറയുന്നത്. ചിലർ ബാലിനെക്കുറിച്ച് പറയുമ്പോൾ ബാലെന്ന് പറയുന്ന ഒരു ഇമേജ് എന്നുള്ളതിൻ്റെ അപ്പുറമായി പണം അല്ലെങ്കിൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ഒരു വലിയ അപകടത്തെ കുറിക്കുന്ന ഒരു കാര്യമായി ചിലർ അതിനെ കാണുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബാല് ഇന്ന് നമ്മുടെ നടുവിൽ ഉണ്ടോ എന്നുള്ളതാണ്. പണ്ട് കാലത്ത്, അതായത് 3500 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇസ്രായേൽ മക്കൾ കടന്നുപോയ അവരുടെ ആ ഒരു വെല്ലുവിളിയിൽ അല്ലെങ്കിൽ ബാൽ എന്ന് പറയുന്ന ആ ഒരു ടെംപ്റ്റേഷനിൽ അവർ നേരിട്ട ആ ബാലിൻ്റെ ശക്തി എന്ന് പറയുന്നത് ബാലിൻ്റെ ബലിപീഠങ്ങളിലൂടെയായിരുന്നു, പന്നിയെ അർപ്പിക്കുന്നതിലൂടെയായിരുന്നു, ആഭിചാരത്തിലൂടെയായിരുന്നു, മന്ത്രവാദത്തിലൂടെയായിരുന്നു, വിഗ്രഹാരാധനയിലൂടെയായിരുന്നു. എന്നാൽ ഇന്ന് അത് മറ്റൊരു രീതിയിലാണ് ആധുനികതയിൽ ജീവിക്കുന്ന നമ്മുടെ ഇടയിൽ കടന്നുകൂടിയിരിക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ബാൽ ആരാധന അവസാനിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ഫോം ഓഫ് വർഷിപ്പ് അത് അവസാനിച്ചിട്ടുണ്ട്. എന്നാൽ അത് മറ്റൊരു രൂപം പ്രാപിച്ച് നമ്മുടെയൊക്കെ ഇടയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യം തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു പിശാചിനെ വിളിച്ചിട്ടുള്ളത് ബെത്സബൂൽ എന്നുള്ളതാണ്, ബാൽസബൂബ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് യേശു കർത്താവ് പോലും പിശാചിനെ നേരിട്ട് വിളിച്ചിട്ടുള്ളത് ബാൽസബൂബ്, പിശാചിൻ്റെ പേര് തന്നെയാണ് ബാല് എന്നുള്ളത് നമ്മൾ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഭൂതങ്ങളെയും ബാധകളെയും പിശാചുക്കളെയും വിഗ്രഹങ്ങളെയും ഒക്കെ മനുഷ്യർ എത്ര ആർത്തിയോടുകൂടിയാണ് ആകർഷണത്തോടുകൂടെ വണങ്ങുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കനാന്യരുടെ ദൈവമായിരുന്ന ബാല് വളരെ നാളുകളായി കനാന്യരുടെ ദൈവമായി തന്നെ നിലനിന്നിരുന്ന ദൈവമാണ്. എന്നാൽ ഗ്രീക്ക് സാമ്രാജ്യം വന്ന സമയത്ത് ഗ്രീക്ക് സാമ്രാജ്യത്തിലെ അവർ പ്രൊമോട്ട് ചെയ്ത ദൈവമായിരുന്നു സിയൂസ് ദേവൻ.
അങ്ങനെ സിയൂസ് ദേവനായിരുന്നു ബാലിൻ്റെ പിൻഗാമിയായി ഗ്രീക്ക് സാമ്രാജ്യത്തിലൂടെ ഈ ലോകത്ത് പ്രചരിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഗ്രീക്ക് സാമ്രാജ്യം അവസാനിച്ചതിന് ശേഷം റോമൻ സാമ്രാജ്യത്തിലും ബാൽ ആരാധനയുടെ വിവിധ രൂപങ്ങളിലും മാനങ്ങളിലും വിഗ്രഹാരാധനയിലൂടെയുമൊക്കെ റോമൻ മതത്തിലൂടെ അത് ലോകത്തിലേക്ക് വ്യാപരിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. റോമൻ സാമ്രാജ്യം ഈ ഭൂമിയെ മുഴുവനും അടയ്ക്കുവാണോ? റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് പല മതങ്ങളുണ്ടായി. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി ക്രിസ്തീയ മതം തീർന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ക്രിസ്തീയ മതത്തിലെ പല ആചാരങ്ങളെയും വിഗ്രഹ ആരാധനയുമൊക്കെ ബാൽ എന്ന് പറയുന്ന ആ ഒരു ദൈവത്തിൻ്റെ ആരാധനയുള്ള ബന്ധത്തിൽ നമ്മളൊന്ന് ചോദ്യചിഹ്നമായി നമ്മൾ വെച്ച് നമ്മൾ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ആർ വി സ്റ്റിൽ വർഷിപ്പിംഗ് ബാൽ? ബാലിനെ നാം ഇപ്പോഴും പിടിച്ചു വെക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും ബാലിൻ്റെ ആരാധന നമ്മുടെയൊക്കെ കൂട്ടായ്മകളിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് ഏതു വലിയ സഭയാണെങ്കിലും ബാൽ എന്ന് പറയുന്ന ആ ഒരു ഘടകം തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് നീങ്ങി മാറണം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ബാലെന്ന് പറയുന്ന സമയത്ത് അതൊരു വിഗ്രഹം മാത്രമല്ല, നമ്മൾ കാണുന്ന രീതിയിലുള്ളൊരു വിഗ്രഹം മാത്രമല്ല, ഒരു സ്ഥാനത്തിനു വേണ്ടിയുള്ള അടിപിടി, പണത്തിനു വേണ്ടിയുള്ള അത്യാർത്തി. പണമെന്ന് പറയുന്ന ഒരു ദൈവം തന്നെയാണ്. മാമോനെ സേവിക്കുക എന്ന് പറയുന്ന രീതിയിലാണ് പണത്തെ സേവിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ വചനം അതിനെതിരെയും നമ്മളോട് വാൺ ചെയ്യുന്നത്. പണം എന്ന് പറയുന്ന ദ്രവ്യാഗ്രഹത്തെ വിട്ട് ഓടി രക്ഷപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. മനുഷ്യർ എന്ന് ദൈവത്തിന് കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്നതും തിരിച്ച് കിട്ടുന്നതിന് വേണ്ടിയല്ലേ. എന്നാൽ നിസ്വാർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്ന എത്ര പേര് ഈ ഭൂമിയിലുണ്ട്? അങ്ങനെ 3500 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കനാനിലെ ബാല് ഗ്രീക്ക് ദേവനായ സിയൂസിലൂടെ കയറി റോമൻ മതത്തിലൂടെ സാമ്രാജ്യത്തിലൂടെ അത് ആധുനികമായി നമ്മളൊക്കെ വസിക്കുന്ന ഈ ഒരു കാലയളവിലേക്ക് വന്നിട്ടുണ്ട്. വിവിധ രൂപങ്ങളിലും വിവിധ ഭാവങ്ങളിലുമായി ബാൽ വർഷിപ്പ് ഇന്ന് ഈ ഭൂമിയിലുണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിച്ചേ മതിയാവുകയുള്ളൂ. ഏറ്റവും അവസാനം ഈ ബാൽ വർഷിപ്പ് ഔദ്യോഗികമായി കാണത്തക്ക രീതിയിൽ ഈ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുവാനായി പോവുകയാണ്. അത് ചെയ്യുന്നതിന് വേണ്ടി അതിനെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു രാജാവുണ്ട്. ആ രാജാവിൻ്റെ പേര് എതിർക്രിസ്തു എന്ന് പറയുന്ന രാജാവാണ്. ആ രാജാവ് ഒരു പ്രതിമ സ്ഥാപിക്കും, സംസാരിക്കുവാൻ പോലും കഴിവുള്ള ഒരു പ്രതിമ. ഈ ഭൂമിയുടെ കച്ചവടത്തെയും ഭൂമിയുടെ ഭരണത്തെയും ഈ ഭൂമിയുടെ ആരാധനയും മുഴുവനും തൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ഈ ഭൂമിയെ മുഴുവനും ബാലിൻ്റെ കീഴിൽ അണിനിരത്തുന്ന ഒരു വലിയ കപടാരാധന ഈ ഭൂമിയിൽ വെളിപ്പെടുവാനായി പോവുകയാണ്. എതിർ ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനു വേണ്ടി ഈ ഭൂമി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങൾ ഒരുങ്ങുകയാണ്. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ നടക്കുന്നതിൻ്റെ പുറകിലുള്ള കാരണം അതുതന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മഹ്ദിയാം ബാബിലോൺ എന്നുള്ള പേരിൽ അവസാനം ആ ഒരു ആരാധന വെളിപ്പെടുവാനായി പോവുകയാണ്. എന്നാൽ ഈ ബാലിൻ്റെ ആരാധനയ്ക്ക് എതിരെ സത്യദൈവത്തിൻ്റെ മക്കൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തെ മാത്രം തങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ രക്ഷാനിർണയം പ്രാപിച്ച് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന നീതീകരണം പ്രാപിച്ച് വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട് യേശു ക്രിസ്തുവിന് ജീവിതം സമർപ്പിച്ചവരായിട്ടുള്ളവർ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ അവർക്ക് ദൈവം നൽകുന്ന സത്യ ആരാധനയുടെ അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം നമുക്കെല്ലാവർക്കും ഇപ്പോൾ കൃപായുഗമാകുന്ന ഈ സമയത്ത് ഒരു അവസരം നൽകിയിരിക്കുകയാണ്. ഇറാനിലെ ഷിയ മുസ്ലിങ്ങൾ ബാലിനെ കത്തിക്കുന്ന സമയത്ത് 666 എന്ന് പറയുന്ന എതിർ ക്രിസ്തുവിൻ്റെ സംഖ്യയെ കത്തിക്കുന്ന സമയത്ത് അവർ വെറുക്കുന്ന എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടി കത്തിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ ഹൃദയത്തിൽ ബാലിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും വളരുന്നുണ്ടോ? നമ്മളുടെ ആരാധനകളിൽ ബാലിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടോ? നമ്മൾ വണങ്ങുന്നത് ആരെയാണ്? നമ്മൾ എന്തിനു വേണ്ടിയാണ് ദൈവത്തെ ആരാധിക്കുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലാണോ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്? നമ്മളുടെ ആരാധന എന്ന് പറയുന്നത് സത്യത്തിൻ്റെ ആരാധനയാണോ? നമ്മൾ ആരാധിക്കുന്നത് വണങ്ങുന്നത് ആരെയാണ്? നമ്മൾ ആരാധിക്കുന്നത് ഒരു പ്രസ്ഥാനത്തെയാണോ, ഒരു നേതാവിനെയാണോ? നമ്മൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ അർഹനായ യോഗ്യനായ ഏക ദൈവം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പാപത്തിനു വേണ്ടി ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യനെ അത്രയ്ക്കും സ്നേഹിച്ച് ജീവനുള്ള ദൈവമാണെന്ന് തന്നെ തെളിയിച്ച് മരണത്തെ തോൽപ്പിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം അവസാനിച്ചതിന് ശേഷം ദൈവം നമുക്ക് നൽകുന്ന സ്വർഗീയമായ ഭവനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ദൈവത്തിൻ്റെ വചനത്തിൽ മനോഹരമായ ഒരു പ്രോമിസ് നമുക്ക് വേണ്ടി ദൈവം നൽകിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത, ഇഷ്ടപ്പെടാത്ത മരുഭൂമിയുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് എന്തിനാണെന്നറിയാമോ? ബാലിൻ്റേതായിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ച് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ്. ഉപസംഹാരമായ ഒരു വേദഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഹോശേയയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും.
അവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയെയും കൊടുക്കും. അവൾ അവിടെ അവളുടെ യൗവനകാലത്തിൽ എന്ന പോലെയും അവൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടു വന്ന നാളിലെ എന്ന പോലെയും വിധേയ ആകും. അന്നാളിൽ നീ എന്നെ ബാലി ഉടയവനെ എന്നല്ല, ഈശി ഭർത്താവേ എന്ന് വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ബാൽ വിഗ്രഹങ്ങളുടെ പേരുകളെ അവളുടെ വായിൽ നിന്ന് നീക്കിക്കളയും. ഇനി ആരും അവയെ പേർ ചൊല്ലി സ്മരിക്കുകയുമില്ല. അന്നാളിൽ ഞാൻ അവർക്ക് വേണ്ടി കാട്ടിലെ മൃഗങ്ങളോടും ആകാശത്തിലെ പക്ഷികളോടും നിലത്തിലെ ഇഴജാതികളോടും ഒരു നിയമം ചെയ്യും. ഞാൻ വില്ലും വാളും യുദ്ധവും ഭൂമിയിൽ നിന്ന് നീക്കി അവരെ നിർഭയം വസിക്കുമാറാക്കും. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതെ, നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. നീ യഹോവയെ അറിയുകയും ചെയ്യും. അക്കാലത്ത് ഞാൻ ഉത്തരം നൽകും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ആകാശത്തിന് ഉത്തരം നൽകും, അത് ഭൂമിക്ക് ഉത്തരം നൽകും. ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും. അവ ഇസ്രയേലിനും ഉത്തരം നൽകും. ഞാൻ അതിനെ എനിക്കായി ദേശത്ത് വിതയ്ക്കും. കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും. എൻ്റെ ജനമല്ലാത്തതിനോട് നീ എൻ്റെ ജനം എന്ന് ഞാൻ പറയും. നീ എൻ്റെ ദൈവം എന്ന് അവരും പറയും.